George to Adrian's family and to do the honors of blessing our place so that things move in smoothly for all of us. To tell about Reverend Father George, he is the only Asian to represent our believers in Rome. Also, he has done a lot of charity works. He has uplifted a lot of underprivileged children. He is running a lot of organizations for people with disabilities. He is a wonderful person who is doing a lot of things. Once again, on behalf of Adrian's family, I welcome you. Dear friends, I thank Pradeep for the nice welcome given to me this monsoon season. We are all assembled here for a noble cause, and this, I believe, will uplift our children, our parents, and our society. It is a great endeavor. It is an expression of our goodwill that we plan such a thing. I was trying to get to know about Vijesh, and before that Annie, and parents of Sonu, and Elizabeth. I think I should speak in Malayalam. Yeah. മലയാളത്തിൽ ആണല്ലോ നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ വ്യക്തികളെല്ലാം എനിക്ക് കുറച്ച് അറിയാവുന്നതുകൊണ്ടാണ്. ഒരുവനെയും എനിക്ക് പരിചയമുള്ളതാണ്. മറ്റ് കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഇതൊരു നല്ല അവസരമാണ്. ബിജീഷ് സാറിനെ ഇന്ന് പരിചയപ്പെട്ടു. സാറിൻ്റെ ഒരു ബ്രെയിനാണെന്ന് എനിക്ക് തോന്നി. ഈ ബ്രെയിൻ കൂടാതെ ഇത് ഫങ്ഷൻ ചെയ്യില്ല. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാൻ. നിങ്ങളുടെ നല്ല മനസ്സിനും നല്ല വാക്കുകൾക്കൊക്കെ നന്ദി പറയുന്നു. നമുക്ക് സർവേശ്വരന് ഈ സ്ഥാപനത്തെയും പ്രസ്ഥാനത്തെയും സമർപ്പിക്കാം. ദൈവാനുഗ്രഹവും മനുഷ്യരുടെ സന്മനസ്സും എല്ലാം ഇതിൽ ഉണ്ടാകട്ടെ എന്ന് ആമുഖമായി ഞാൻ ആശംസിക്കുന്നു. ഞാനൊരു പ്രാർത്ഥന ശുശ്രൂഷ നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നന്മ വരട്ടെ. നമുക്ക് ശുശ്രൂഷ തുടരാം. Now all the children. Then come by one by one. Smita was going to make പതുക്കെ ജേഡൻ പിടിച്ചോ. പിടിക്കാൻ ആനന്ദ പിടിച്ചോ. ആനന്ദ പിടിച്ചോ. Hold. സർവശക്തനായ സർവേശ്വര
നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വിധം ഞങ്ങൾ ആത്മികമായ സകല ജ്ഞാനത്തിനും വിവേകത്തിനും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നും സകല പ്രവൃത്തിയിലും ഫലം കായ്ച്ചു ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്ത വിധം പൂർണ്ണശക്തിയോടെ എടുക്കണമെന്നും വിശുദ്ധമാർക്കും വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു തന്റെ സ്നേഹാസ്പദമായ പുത്രനെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തവരാകണം എന്ന് അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന് വീണ്ടെടുക്കുന്നു. ദൈവത്തിന് സ്തുതി. അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വസൈത്യത്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവിടുന്ന് നിന്നെ വേടന്റെ കിടയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലിൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകിന് കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇതിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങൾ ആരെങ്കിലും മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടയുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അതിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെ നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടു നിൽക്കുന്നതിൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമേളണം. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘദർശനം നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. വചനം കേട്ടതാണ്. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് അങ്ങ് ഞങ്ങളെ എപ്പോഴും സംരക്ഷിക്കുന്നവരാണ്, കാത്തു പരിപാലിക്കുന്നവരാണ്. പക്ഷേ ഞങ്ങൾ അതിന് യോഗ്യരാകുവാനായിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പിഴകൾ കണ്ടെത്തി അത് തിരുത്തുവാനും അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കുന്നു. കർത്താവായ യേശു നൽകിയ സുവിശേഷത്തിനുള്ള വായന. അവൻ ജനത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുത്തു വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രർ ആയവർ അനുഗ്രഹീതർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ദുഃഖിക്കുന്നവർ അനുഗ്രഹീതർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ അനുഗ്രഹീതർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ അനുഗ്രഹീതർ, അവർ സംതൃപ്തരാകും. കരുണയുള്ളവർ അനുഗ്രഹീതർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ അനുഗ്രഹീതർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് ഉപകാരമില്ലാതെ പോയാൽ എന്ത് കൊണ്ട് അതിന് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന ഭക്ഷണം മറഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, തണ്ടിന്മേലാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ മഹനീയമായ പുണ്യപ്പെട്ട ഒരു പ്രവൃത്തിയിലാണ്
ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലാണ് ഇപ്പോൾ വ്യാപകരായിരിക്കുന്നത്. അത് ഈ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രസ്ഥാനം എങ്ങനെ മുമ്പോട്ട് പോകണമെന്നതിന് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം ലഭിക്കാനായിട്ട് നടത്തുന്ന പ്രാർത്ഥനയാണ്, പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇതൊരു അനുഗ്രഹത്തിൻ്റെ സമയമാണ്. ഇവിടെ ഇതിന് വന്നിട്ടുള്ളവരായ നിങ്ങളെല്ലാവരും ദൈവാനുഗ്രഹം ആഗ്രഹിക്കുന്നവരും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുന്നവരുമാണ്. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ആയിത്തീരാനായിട്ട് നമുക്ക് സർവശക്തനായ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഗതി എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. ദൈവത്തിന് വലിപ്പം, ചെറുപ്പം എന്നീ വ്യത്യാസങ്ങളൊന്നും നോക്കുന്നില്ല. വലിയവൻ, സമ്പന്നൻ, ദരിദ്രൻ എന്നുള്ള രീതിയിൽ ദൈവം ആരെയും വേർതിരിക്കുന്നില്ല. ഉന്നതനല്ലാത്തവൻ, താണവനും എന്നൊക്കെ രീതിയിൽ വേർതിരിക്കുന്നത് നമ്മുടെ സമൂഹമാണ്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എന്താണ് ദൈവം എന്നുള്ളതിന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഉത്തരം ഒരു നിർവചനം എന്ന രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്കുള്ള വിളി, അതാണ് ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. ആ വിളി സാർത്ഥകമാക്കാൻ, അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിൽ നമ്മുടെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഈ ലോകത്തിൽ ഉണ്ടാകണം. അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഗതിയിലേക്ക് നമ്മൾ വരുന്നത്. ഞാൻ ആരംഭത്തിൽ വിജേഷ് സാറിനോട് സംസാരിച്ചു. ഇതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതാണ്, വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ച് നിൽക്കുന്നയാളാണ്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്, ഈ ഭവനത്തിന് കാരണഭൂതരായ രണ്ട് മാതാപിതാക്കളാണ് തോമസ് ചേട്ടനും എലിസബത്തും. ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ് മറ്റെല്ലാ മാതാപിതാക്കളും. ആനി ടീച്ചറും ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരുടെയും നല്ല മനസ്സ് വാസ്തവത്തിൽ ദൈവമഹത്വത്തിനും നമ്മുടെ സഹോദരങ്ങളും, അതും ഒരു സമൂഹം മനസ്സിലാക്കാത്ത ആളുകളുടെ നന്മയ്ക്കും ദൈവമഹത്വത്തിനും ഒരേ സമയം ഉപകരിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു നിയോഗം വെച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഈ സംരംഭം എല്ലാ തരത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളതായി തീരട്ടെ. നമുക്കെല്ലാവർക്കും ഇത് ഒരു സംതൃപ്തികരവും എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും തരുന്ന ഒന്നായി ഭവിക്കട്ടെ. നമ്മുടെ വീടുകൾക്കും നമ്മുടെ സമൂഹങ്ങൾക്കും ഇതൊരു വഴികാട്ടിയും സഹായവുമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ഭവനത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനുമായ ദൈവമേ, കുട്ടികളുടെ ശിക്ഷണത്തിനും പരിശീലനത്തിനുമായി അങ്ങ് സ്ഥാപനങ്ങളെയും വ്യക്തികളെയും നിയോഗിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ ആശീർവദിക്കണം. ഈ മന്ദിരം അങ്ങയുടെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് എല്ലാവർക്കും നന്മ വിതറുന്ന ഒന്നായി തീരാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സമാധാനവും അനുഗ്രഹവും കൊണ്ട് ഈ സ്ഥാപനത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമേ. ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ഗുരുക്കന്മാരെയും സഹായിക്കുന്ന അധ്യാപകരെയും ഇതിൽ കോർഡിനേറ്റേഴ്സൊക്കെ പ്രവർത്തിക്കുന്ന മറ്റ് എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധിയുടെ മാർഗത്തിലൂടെ
ഈ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട എല്ലാവരെയും നയിക്കണമേ. ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുവാൻ അവരെ സഹായിക്കണം. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഭാഗ്യം സത്യത്തിലും ജ്ഞാനത്തിലും വളർന്നു വരുവാൻ ഇവിടെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവത്തിനും രാജ്യത്തിനും വേണ്ടി സേവനം ചെയ്യുവാനും ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി എല്ലാവരും പരിലസിക്കുവാനും ഇടവരുത്തണമേ. അങ്ങേക്ക് വേണ്ടി അധ്വാനിക്കുവാനും അധ്വാനത്തിൽ വിജയം നേടുവാനും എല്ലാവരെയും സഹായിക്കണമേ. സത്യത്തിൻ്റെ വെളിച്ചത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനവും മാർഗനിർദ്ദേശവും എപ്പോഴും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സ്ഥാപനത്തിൽ ദൈവം വസിക്കുകയും അതിനെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എപ്പോഴും നയിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീസ എന്നേക്കും.